CPIM-ന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടന കെട്ടിടത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രസ് വൺ TV തന്നെ ഇന്നലെ പോയി എക്സ്ക്ലൂസീവായി വിഷ്വൽസ് എടുത്തിരുന്നു. വളരെ ആധുനികമായ കെട്ടിടമാണ്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് അനുയോജ്യമായ കെട്ടിടമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഭൂഗർഭ അറയെന്നും പിന്നെ ഗോവിന്ദൻ മാഷിന് സെപ്പറേറ്റ് നിലയെന്നൊക്കെ പറഞ്ഞ് ചില മാധ്യമങ്ങൾ അതിനെ വേറെ രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്ര വലിയൊരു കെട്ടിടത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന പലർക്കുമുള്ളൊരു മറുപടി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധനായിട്ടുള്ള മുരളി തുമ്മാരുടി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുണ്ട്. ഈ കെട്ടിടം നല്ല കാര്യമാണെന്ന് അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. എന്തുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: CPM-ന്റെ പുതിയ ആസ്ഥാനം. CPM-ന്റെ പുതിയ ആസ്ഥാനത്തെ പറ്റിയുള്ള വാർത്തകൾ വായിക്കുന്നു. കേട്ടിടത്തോളം ആധുനികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെയുള്ള കെട്ടിടമാണ്. നല്ല കാര്യമാണ്. പൊതുവെ കേരളത്തിൽ പാർട്ടികളാണെങ്കിലും സർക്കാരാണെങ്കിലും ആഡംബരം പോയിട്ട് ആവശ്യത്തിനുള്ള ഓഫീസ് സൗകര്യം അവർക്ക് ലഭ്യമാക്കുന്നതിൽ വിമുഖരാണ്. മാധ്യമങ്ങൾ മുഴുവൻ സമയം ഭൂതക്കണ്ണാടിയുമായി അവരുടെ ചുറ്റും ഉള്ളതിനാലും ആവശ്യ ചെലവുകൾ പോലും ധൂർത്ത് എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കുവാൻ സദാ സന്നദ്ധരാവുന്നതുകൊണ്ടും നമ്മുടെ നേതൃത്വം ഇന്നും അത് ശ്രദ്ധിക്കുന്നവരായതുകൊണ്ടും ആണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ മന്ത്രിമാരുടെ ഓഫീസിനേക്കാൾ സൗകര്യമുള്ള മാധ്യമ മേധാവികളുടെ ഓഫീസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മാധ്യമങ്ങളൊക്കെ കോർപ്പറേറ്റ് ആയതുകൊണ്ട് അവരുടെ ഓഫീസുകളിൽ ആഡംബരമൊക്കെ ആകാം. സംശയമുള്ളവർ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. 1,00,000-ലധികം കോടി രൂപ റവന്യൂവും അത്ര തന്നെ ചെലവുമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം നയിക്കുന്ന സ്ഥലമാണ്. $157 ബില്യൺ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമാണ്. അവിടുത്തെ മന്ത്രിമാരുടെയും സീനിയർ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഓഫീസുകളുടെ കെട്ടും മട്ടും സൗകര്യങ്ങളും കേരളത്തിലെ ഒരു 500 കോടി രൂപ വരെയുള്ള പ്രസ്ഥാനങ്ങളിലെ ഓഫീസുകളേക്കാൾ മോശമാണ്. പഴയ സെക്രട്ടേറിയറ്റ് എപ്പോഴും തീപിടിക്കാൻ സാധ്യതയുള്ള ഒരു ഫയർ ഹസാർഡാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആധുനികമായ സൗകര്യങ്ങളുള്ള ഒരു ഭരണകേന്ദ്രം നമുക്കുണ്ടാക്കണം. പഴയ സെക്രട്ടേറിയറ്റ് ജനാധിപത്യത്തെ പറ്റിയുള്ള നമ്മുടെ മൺമറഞ്ഞ നേതാക്കളെ പരിചയപ്പെടുത്തുന്ന, നമ്മൾ കടന്നു പോകുന്ന സമരങ്ങളുടെ കഥ പറയുന്ന ഒരു മ്യൂസിയമാക്കണം. നഗരത്തിൻ്റെ ഒത്തുനടുക്ക് തന്നെ ഇപ്പോഴും ഏറെ പ്രൈം റിയൽ എസ്റ്റേറ്റ് ഉപയോഗിക്കുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ സ്ഥലം ഉപയോഗിച്ചാൽ ഇത് എളുപ്പത്തിൽ നടക്കും. രാജഭരണകാലത്ത് ഏറ്റവും സുരക്ഷ ഒരുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു തലസ്ഥാനം. അതുകൊണ്ടാണ് ജയിൽ അവിടെ ഉണ്ടായത്. ഇപ്പോൾ അതിന് പ്രസക്തിയില്ല. നഗരം മധ്യത്തിൽ തന്നെ ജയിലുണ്ടാകേണ്ട ഒരാവശ്യവുമില്ല. UP-യിൽ നഗരം മധ്യത്തിലെ ജയിലുകൾ പുറത്തേക്ക് മാറ്റിയാണ് നഗരവികസനത്തിന് സ്ഥലം കണ്ടെത്തിയത്. 2019-ലാണെന്ന് തോന്നുന്നു ഞാൻ BJP-യുടെ നാഷണൽ ഓഫീസിൽ പോയിരുന്നു. കണ്ടിരിക്കേണ്ടതാണ്. ഏതൊരു കോർപ്പറേറ്റ് ഓഫീസിനോടും കടപിടിക്കുന്ന ഒന്ന്. സീനിയറായ എല്ലാവർക്കും സ്വന്തം പേരിൽ തന്നെ ഓഫീസുകളുണ്ട്. അനവധി കോൺഫറൻസ് റൂമുകൾ. എന്നെ ഏറ്റവും ആകർഷിച്ചത് കോൾ സെൻറ്റർ പോലെ ഒരു സംവിധാനമാണ്. ബീഹാറിലെ ഇലക്ഷൻ വരുന്നതിന് മുൻപുള്ള സമയമാണ്. അവിടെ 100 കണക്കിന് യുവാക്കൾ ഇരുന്ന് ബീഹാറിലെ ഓരോ ബൂത്തിലുമുള്ള BJP നേതൃത്വത്തെ നേരിട്ട് വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും നിർദ്ദേശം നൽകുകയുമാണ്. ഒരു കോർപ്പറേറ്റ് ഓഫീസ് പോലെ ആധുനികമാണ്, കാര്യക്ഷമമാണ്. അക്കാലത്ത് തന്നെ ഞാൻ CPM-ന്റെ നാഷണൽ ഓഫീസിൽ പോയിരുന്നു. കേരളത്തിലെ ഒരു പഴയ പാരൽ കോളേജിന് ആണ് ഓർമ്മപ്പെടുത്തിയത്. വളരെ മിനിമലായ സൗകര്യങ്ങൾ മാത്രമേ അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടിൻ്റെ മുറിയിൽ പോലും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ CPM-ന്റെ പതിയെ കെട്ടിടത്തേക്കാൾ ഞാൻ ശ്രദ്ധിക്കുന്നത് CPM പതുക്കെ കെട്ടിപ്പടുക്കുന്ന പുതിയ നേതൃത്വത്തിൻ്റെ നിരയാണ്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പരിചയസമ്പന്നരും നല്ല പ്രതിച്ഛയുള്ളവരുമായ നേതാക്കളെ മാറ്റി നിർത്തിയാണ് പുതിയ ആളുകൾക്ക് മത്സരിക്കാൻ തന്നെ അവസരം നൽകിയത്. മത്സരിച്ച് ജയിച്ചവരിൽ തന്നെ മന്ത്രിമാരായവരൊക്കെ പുതുമുഖങ്ങളായിരുന്നു. പലരും 50 വയസ്സിൽ താഴെയുള്ളവർ. ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ തന്നെ 50 വയസ്സിൽ താഴെയുള്ളവർ സെക്രട്ടറിമാരായി വരുന്നു. ഡെമോക്രഫി ഈസ് ഡെസ്റ്റിനി എന്നൊരു പ്രയോഗമുണ്ട്. ഒരു പാർട്ടിയിലെ നേതൃത്വം മുഴുവൻ 60 കഴിഞ്ഞവരാണെങ്കിൽ ആ പ്രസ്ഥാനത്തിന് വലിയ ഭാവി ഉണ്ടാകില്ല. മഹാമേരു പോലുള്ള നേതാക്കൾ ഉണ്ടായിരുന്ന കാലത്ത് മഹാപ്രസ്ഥാനം തോന്നിയിരുന്ന പലതും ഒരു നേതാവിൻ്റെ മരണത്തോടെ പ്രസ്ഥാനം തന്നെ ഇല്ലാതാകുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. അതറിഞ്ഞ് ഓരോ പാർട്ടികളും മുതിർന്ന നേതാക്കൾ ഉള്ളപ്പോൾ തന്നെ പുതിയ തലമുറയ്ക്ക് അവസരങ്ങൾ നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരണം. ഈ കാര്യത്തിൽ CPM ഒരു മാതൃകയാണ് എന്ന് പറഞ്ഞാണ് മുരളി തുമ്മാരുടിയുടെ പോസ്റ്റ് അവസാനിക്കുന്നത്. ആ കെട്ടിടം നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്, അത് വളരെ അത്യാവശ്യമുള്ള കെട്ടിടമാണ്. മാത്രമല്ല ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ട ഈ പോസ്റ്റിനകത്ത് മുരളി തുമ്മാരുടി പറയുന്ന പോലെ ആ കെട്ടിടത്തിനകത്ത് BJP-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരുന്നിട്ടാണ് അവിടെ
ബീഹാറിലെ ഇലക്ഷൻ BJPയുടെ പ്രവർത്തകർ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന അതേപോലത്തെ സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ നടത്താൻ പറ്റും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും ഇലക്ഷൻ പ്രവർത്തനം നിരീക്ഷിക്കാനും കൺട്രോൾ ചെയ്യാനുമുള്ള വ്യക്തമായ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി കെട്ടിടം വന്നിട്ടുള്ളത്. വളരെ സുപ്രധാനമായ ഒരു കെട്ടിടമാണ്. അതിനെ ധൂർത്ത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന പലരും CPMൻ്റെ വളർച്ചയല്ലേ, CPMൻ്റെ പുതിയ നീക്കത്തെ കണ്ട് ഭയപ്പെടുന്നവരാണെന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. എന്തായാലും വ്യക്തമായിട്ട് ടെക്നിക്കലായിട്ടും സാങ്കേതികമായിട്ടും മുരളി തുമ്മാരൂടി CPMൻ്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി കെട്ടിടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇനിയും മാറ്റങ്ങൾ വരുത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പുതിയ തലമുറയിലേക്ക് മാറാനുള്ള CPMൻ്റെ തീരുമാനത്തെ അഭിനന്ദിക്കുക കൂടി ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്.